Find the remainder when 3 raised to 2022 divided by 5. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ 3 raised to 2022 നമ്മൾ എങ്ങനെ എഴുതും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് 5ന്റെ അടുത്ത് വരുന്ന നമ്പർ കൊണ്ട് 3നെ മാറ്റും. 5ന്റെ അടുത്ത് വരുന്ന നമ്പർ ഏതാണ്? 10. അപ്പൊ നമുക്കത് കിട്ടാൻ വേണ്ടി 3 raised to 2022 നമ്മൾ 3 square raised to 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 2022. അപ്പൊ എത്ര കിട്ടും? 1011. ഇപ്പൊ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 raised to, അപ്പൊ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ എന്തായി? 9 raised to 1011 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമ്മൾ 9 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2s are 10. 5 2s are 10. റിമൈൻഡർ എത്രയാണ്? -1. അപ്പൊ -1 വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നോക്കാം. 9 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ -1 കിട്ടി. അപ്പൊ -1 the whole raised to 1011. അപ്പൊ -1ന്റെ ഹോൾ നമ്പർ പവർ ആണെങ്കിൽ അത് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ -1 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്ത നമ്പർ ഏതാണ്? 5 ആണ്. 5ന്റെ കൂടെ ഇത് -1 കുറയ്ക്കണം. 5ൽ നിന്നും 5 -1 വന്നാൽ +1 പറഞ്ഞാൽ പ്രൊഫഷണൽ അത് തന്നെയായിരിക്കും റിമൈൻഡർ. -1 കൊണ്ട് 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ റിമൈൻഡർ എന്താണ്? ആൻസർ ഡി എന്ന ഉത്തരം കിട്ടും. ആൻസർ 4 ആണ്. 4 ആണ് റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.